ചേർത്തുകൊണ്ട് കാരിക്കേച്ചർ ഷോ എന്ന പുതുമയാർന്ന ഒരു പരിപാടിയിലൂടെ കേരളത്തിൽ നിന്നല്ല ഏതാണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിനന്ദനം നേടിയ കലാകാരനുപരി ഏതാണ്ട് കേരളത്തിലെ എല്ലാ സാംസ്കാരിക മണ്ഡലങ്ങളുമായി അടുത്ത് ഇടപെടുന്ന വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് ജയരാജ്. നമുക്ക് ഇന്നത്തെ ഈ സന്ധ്യയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ലഭിച്ചത് വളരെ ഒരു ഭാഗ്യമായി നമുക്ക് കരുതാം. അദ്ദേഹത്തിന് ഈ ഗ്രാമത്തിലെ പ്രവർത്തനങ്ങൾ കാണുന്നതിനായി അദ്ദേഹത്തോട് പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വിശ്വാസത്തിന്റെ പേരിൽ ഇവിടെയുള്ള എല്ലാ അമ്മമാരുടെയും മക്കളുടെയും കോർപ്പറേഷന്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരു പ്രായത്തിൽ മുതിർന്ന ഒരാള് കുട്ടികളെ നോക്കി കൂട്ടുകാരെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തമാശ പറഞ്ഞായിരിക്കും. ഞാൻ കൂട്ടുകാരെ വിളിക്കുന്നത് കൂട്ടുകാർ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടുകാരെ എന്താ പറയാ? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂട്ടുകാർ. എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ സുഖത്തിലും സന്തോഷത്തിലും ചെറിയ വിഷമങ്ങളിലും ഒക്കെ നമ്മുടെ കൂടെയുള്ളവരെയാണ് നമ്മൾ കൂട്ടുകാരെന്ന് പറയാം. അങ്ങനെയല്ലേ പറയാ? അല്ലാണ്ട് എപ്പോഴും നമ്മൾ കൂട്ടുകാരാന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സ്നേഹം മാത്രമായി ശരിയാവില്ല. അതുകൊണ്ട് ആണ് ഞാൻ എന്റെ കൂട്ടുകാരെ എന്ന് വിളിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഇതിൽ മുതിർന്നവരുമുണ്ട്, എന്റെ മുമ്പിൽ കൊച്ചു കുട്ടികളാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രായത്തിലേക്ക് എങ്ങനെ വരണം? കടന്നു വരികയല്ല, അത് ഈ വഴിയിലൂടെ വന്നത്. നിങ്ങളുടെ പ്രായത്തിലേക്ക് വളർന്നു വരുന്നത്. കറക്റ്റ്. ആരാ പറഞ്ഞത്? അത് നിങ്ങളുടെ പ്രായത്തിലേക്ക് ഞാൻ വളർന്നു വന്നു എന്നാണ്. അത് കറക്റ്റാണ് അയാൾ പറഞ്ഞത്. അയാൾ ആലോചിക്കാതെ പറഞ്ഞാണ്. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ആ കുട്ടിയുടെ നാവിലുണ്ട്. കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയല്ല വേണ്ട, കുട്ടികളുടെ ഇടയിലേക്ക് കയറി വരിക അല്ലെങ്കിൽ വളർന്നു വരിക എന്ന വാക്കാണ് ശരി. അതിന്റെ കാരണം കുട്ടികൾ ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹം നേടിയ ആളുകളാണ് കുട്ടികൾ. ചെറിയ കുട്ടികളെ കുറിച്ച് കവികൾ പാടിയിട്ടുള്ള കവികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? അപ്പോ ഒരു വളരെ പ്രശസ്തനായ ഒരുപാട് സ്കൂളുകളിൽ കുട്ടികളെ ഒരുപാട് കാലം പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനായ കവിയാണ് ഇതെഴുതിയത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദൈവദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നാണ്. അതായത് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അറിവോടുകൂടി ജനിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ ചില കുട്ടികൾ ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് ഒരു ശൈശവ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് ഒരു 2 മാസം നല്ല സോപ്പിന്റെയൊക്കെ മണമുള്ള പൗഡറൊക്കെ മണക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലേ? അവരെടുത്ത് വരുമ്പോ നല്ല ബേബി സോപ്പിന്റെയും പൗഡറിന്റെയൊക്കെ മണം, നല്ല സ്നിഗ്ധ മധുരമായ ഒരു മണം കുട്ടികൾക്കുണ്ടാവും. അവരെ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ചിരിക്കുന്ന കാണാം. അവർ ദൈവത്തെ നോക്കി ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ഒന്നിലധികം കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ 10 കുഞ്ഞുങ്ങൾക്ക്, 15 കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മയുള്ള സ്ഥലമാണിത്. അമ്മ എന്ന വാക്ക് ഏറ്റവും അർത്ഥവത്താകുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. അതായത് അതിനെക്കുറിച്ചും നിങ്ങൾ കേൾക്കാത്ത കവിതകളിലൂടെ ആദ്യം കൊണ്ടുപോയാലും നിങ്ങൾ കേട്ട പാട്ടുകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്നു. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ആദ്യമായി എഴുതി. അത് മഹാകവി വള്ളത്തോൾ എഴുതിയതാണ്. നമ്മൾ വാവിട്ട് കരയുന്ന കാലത്ത്, നിങ്ങൾ ആ പ്രായം കഴിഞ്ഞവരാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു 4 വയസ്സ് മുതൽ 5 വയസ്സുള്ള മുതലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട, ഒരു 3 വയസ്സ് 4 വയസ്സ് മുതലുള്ള കാര്യങ്ങളല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. കരയോ? ഇവള് പോലും കരയില്ല. അയ്യോ അവളിതാ വരുന്നു, ആ കസേരയിലിരിക്കും. ഏറ്റവും കുഞ്ഞ്, അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞ് കരയുന്ന ഇങ്ങനെയാണ് കരയാ.
തൊണ്ട കാറിയൊക്കെ കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടോ അവരെയൊക്കെ? ഞാനിത് ഇനി അടുത്ത ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ചോദിക്കും, ഞാൻ അന്ന് പറഞ്ഞ കാര്യം തന്നെ. ഞാൻ നിങ്ങൾക്ക് കരയുന്ന കാണിച്ചു തന്നു, കൊച്ചു കുഞ്ഞ് കരയുന്നത്, അതിനുശേഷം കരച്ചിൽ കുറച്ചുകൂടെ വളരുന്നത്, ആ വളർന്ന് ഒരു ദിവസം ഈ പരിലാളനങ്ങളും ഈ സ്നേഹവും. കാരണം നിങ്ങൾക്കൊക്കെ ഇവിടെ വാത്സല്യം ധാരാളമായി നിങ്ങൾക്ക് തരുന്ന അമ്മമാർ ഉള്ളവരാണ്. സാധാരണ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ അമ്മമാരില്ലാത്ത സ്ഥലത്താണ് പോകാറുള്ളത്. അമ്മയുടെയും പരിലാളനം കിട്ടാത്ത കുട്ടികളെ കാണാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ മുഖത്തെല്ലാം അതിന്റെ സന്തോഷം ഞാൻ കാണുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് അമ്മയുടെ പരിലാളനയാണ്. അപ്പൊ അമ്മ എന്നുള്ള വിളി ആദ്യമായി തുടങ്ങുന്നത് ഒരു ദിവസം ഒരു സന്ദേശം കിട്ടുന്നതിന്റെ ഫലമായി, അല്ലെങ്കിൽ കുറെ ദിവസമായി എന്ന് പറഞ്ഞത് അടക്കാൻ വേണ്ടിയായിരുന്നു ഈ കരച്ചിൽ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ അമ്മ എന്ന് പറയുന്നു. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അമ്മ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാ? മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം ഒരു 10-15 വളവുകളുള്ള ഒരു സാധനം. 15ഓളം വളവ് കാണും അല്ലേ? നമ്മുടെ കേരളം കണ്ടിട്ടില്ലേ? കേരളത്തിന്റെ പ്രത്യേകത എന്താ? കിഴക്ക് സഹ്യപർവ്വതം, അവിടെ നിന്ന് നമ്മൾ അതിനെ മലനാട് എന്ന് പറയും. അത് കഴിഞ്ഞ് ഇടനാട്, നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലം. പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ തീരപ്രദേശം. അപ്പൊ ഇതിങ്ങനെ കേരളം കിടക്കുന്ന പോലെ തന്നെയാണ് ഈ എന്നുള്ള അക്ഷരം. ഒന്ന് ആലോചിച്ചോ, ഇങ്ങനെ മല എവിടെ നിന്നോ ഒരു മലയിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്ന് താഴേക്ക് വന്ന് അതിന് നദികളും പുഴകളും തോടുകളും മൂന്നാറും ഒക്കെ കടന്ന് ഇങ്ങനെ വന്നൊഴുകി ഇങ്ങോട്ട് വീണ്ടും മലകളിലൂടെ വന്ന് കയറി ഇങ്ങോട്ട് വന്ന് കയറി അവിടേക്ക് അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ കിടപ്പും എന്ന അക്ഷരം ഒന്ന് തന്നെയാണ്. വളരെ പെട്ടെന്ന് ഒരാളെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കാൻ അഭിനയിച്ച് കാണിച്ചാൽ മതി. നിങ്ങളിപ്പോ ഈ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒക്കെ കാണുന്ന പല ആൾക്കാരില്ലേ? അതല്ലെങ്കിൽ ഇവിടെ തന്നെ പല അമ്മമാരുണ്ട്, അല്ലെ പല ആളുകളുണ്ട്. അതിലെന്തെങ്കിലും പ്രത്യേകതയുള്ള ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ? ഇപ്പൊ കാലിന് സുഖമില്ലാത്ത ഒരാൾ ഇവിടെ അങ്ങനെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കില്ലേ? എന്താ കാരണം? ഇങ്ങനെ നടക്കുന്ന ഒരാളെ എന്താ കാരണം? മറ്റുള്ളവർ നടക്കുന്ന പോലെ അല്ല അയാൾ നടക്കുന്നുണ്ട്. അവരുടെ കയ്യിനൊരു ഇതുള്ള ഒരാളെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അവരുടെ വർത്തമാനത്തിനിടയ്ക്ക് വിക്കലുള്ള ഒരാളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. എന്താ കാരണം? അത് മറ്റുള്ളവരൊന്നും പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് അഭിനയത്തിന്റെ പണി. ആ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? എന്റെ പണി എന്താ അറിയോ? അഭിനയിക്കുക. എന്തൊക്കെ അഭിനയിക്കുക? എന്തും ഞാൻ അഭിനയിക്കും. ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കണ്ണുകൊണ്ട് കണ്ടു പഠിക്കും ഞാൻ. നിങ്ങൾ പഠിക്കുന്നവർ ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ കണ്ണുകൊണ്ട് പഠിക്കുന്നു, എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നു, എന്റെ ഓർമ്മയിൽ അതിനെ ഞാൻ അറിയാതെ സൂക്ഷിക്കുന്നു. കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം പോലെ, ശരിക്കും കാണണം. അതായത് കാണുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഇപ്പൊ ജയരാജ് വാര്യർ അവിടെ എഴുതി വെച്ചിട്ടില്ല, JAYRAJWARIR. അങ്ങനെ ആ പേര് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ചുവന്ന അക്ഷരത്തിൽ മഞ്ഞയിൽ ഞങ്ങൾ അന്ന് ഒരാളുടെ പേര് എഴുതി വെച്ച് കണ്ടു. പക്ഷെ എന്റെ രൂപം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി അല്ലേ? അതെങ്ങനെ മനസ്സിലായി? എന്റെ രൂപത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി. അക്ഷരങ്ങൾ രൂപമായി മാറി. ഞാൻ കൈകാൽ ചലിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ആടുന്നത് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ കരഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞു. അപ്പൊ അങ്ങനെ ഈ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അഭിനയം? എല്ലാവർക്കും പറ്റില്ല. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചാൽ ആരാണെന്ന് പറയണം. ഞാൻ ഇവിടെ നിന്ന നിൽപ്പിൽ ഞാൻ മറ്റൊരാളാവുകയാണ്. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളല്ലാതെ വേറൊരാളാവുക. കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ കണ്ടിട്ടില്ലേ? പോസ്റ്റ്മാനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പോസ്റ്റ്മാൻ നിങ്ങൾ കണ്ടിട്ടുള്ള പോസ്റ്റ്മാൻ ഇപ്പൊ ലോക്കൽ പോസ്റ്റ്മാൻ ആവും. തൊപ്പിയൊക്കെ വെച്ചൊരു പോസ്റ്റ്മാൻ ഉണ്ട്. തൊപ്പിയൊക്കെ വെച്ച് സഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് എഴുത്ത് കൊണ്ടുവരുന്ന ഒരാള്. അതല്ലെങ്കിൽ അച്ഛനെ കണ്ടിട്ടില്ലേ? പള്ളിയിൽ അച്ഛനെ കണ്ടിട്ടില്ലേ? ലോഹയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന എന്താണ് കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന, അങ്ങനെ നീട്ടി സംസാരിക്കുന്ന, അതങ്ങനെ രീതിയാണ്. ഓരോരുത്തർക്കും ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഇവിടെ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മുന്നിൽ ഞാൻ വേറൊരാളാൻ പോവുകയാണ്. ഈ ആൾ ആരാണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പറയണം കേട്ടോ. ഞാനൊന്ന് തിരിഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ വരാം. ആരാണെന്ന് പറയണേ. ഞാൻ തിരിയുന്നു, ഞാൻ വരുന്നു. അതാ വലത്തോട്ട് ചെരിഞ്ഞ് മുഖം നീട്ടി. ആരാണ്? അതെങ്ങനെയാണ് മോഹൻലാലാകുന്നത്? എങ്ങനെയാണ് സംസാരിക്കുന്നത്? മോഹൻലാലാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുകയാണ്. ഈ ഇരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു 2 ഡയലോഗ് പറയുമ്പോൾ മോഹൻ ഏത് പാട്ടാ നിങ്ങൾ ടിവിയിൽ കേട്ടിട്ടുള്ള? കൈ നിറയേ. അത് മാതൃസ്നേഹത്തിന്റെ വാത്സല്യം തുളുമ്പുന്ന ഒരു പാട്ടാണ്. അതായത് സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കഥാപാത്രങ്ങളുടെ മോഹൻലാലിന്റെ ചില സമയത്ത് മീശ പിരിച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുക. ചില സമയത്ത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും
ഭരണാധികാരിയും ചോദ്യം ചെയ്യുന്ന ഒരു നായകനായി മാറും. ചില സമയത്ത് നായികമാരോടൊപ്പം പാട്ട് പാടുന്ന ഒരാളായി മാറും. മറ്റു ചില സമയത്ത് പലരെയും ചോദ്യം ചെയ്യുന്ന ഒരാളായി മാറും. മറ്റു സമയത്ത് ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരാളായി മാറും. പക്ഷേ നിങ്ങൾ അമ്മമാരുടെ വാത്സല്യം കിട്ടുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് അമ്മമാരെ കുറിച്ച് ആ പാട്ട് TV കണ്ടായിരുന്നോ? ഏതാ സിനിമ അത്? ബാബ കല്യാണി എന്ന സിനിമയിലാണ് പാടിയത്. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണ് കവിളിലൊരുമ്മ. ഒരുപാട് ഉമ്മ കിട്ടുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ ഉമ്മ കിട്ടാതെ ലോകത്ത് എത്രയോ കുട്ടികളുണ്ട്. എത്രയോ ആളുകൾ ഉമ്മ കിട്ടാതെ, അല്ലെങ്കിൽ അമ്മയുടെ പരിലാളന കിട്ടാതെ, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം കിട്ടാതെ അച്ഛനും അമ്മയും തമ്മിൽ കലഹിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ട്. നിങ്ങൾ എന്നും ഒരേ വീട്ടിൽ ഇരുന്നു കൊണ്ട് അമ്മമാരുടെ ഉമ്മ വാങ്ങിക്കുന്നവരാണ്. ഉമ്മയും വാങ്ങിക്കുന്നുണ്ട്, പിന്നെന്ത് വാങ്ങിക്കുന്നുണ്ട്? അമ്മമാരുണ്ടാക്കിയ എന്തോന്ന് വെളിയിൽ നിൽക്കുന്നത്? ഇവരൊക്കെ നമ്മുടെ ആളുകളാ. അകത്തോട്ട് കയറിയിരിക്കണം. എന്തോന്ന് പുറത്തിരിക്കുന്നോ? ഓ, നിങ്ങളൊക്കെ ഡാൻസ് ഉണ്ടോ ഇന്ന്? ഓ, ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ കുട്ടികളും ഈ ലോകത്ത് നല്ലവരാണ്. എല്ലാവരും നല്ലവരായി തന്നെയാണ് ജനിക്കുന്നത്. എല്ലാവരും നല്ലവരായി തന്നെയാണ് വളരുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇപ്പോ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലേ? തൃശ്ശൂരൊക്കെ ആന എപ്പോഴും ഓടുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും തൃശ്ശൂർ പൂരത്തിനും വരെ ആന ഓടി. എന്താ കാരണം? ആനയുടെ അച്ഛന്മാരും അമ്മമാരുമായിട്ടുള്ള ആളുകളാണ് പാപ്പാമാര്. അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല. നിങ്ങൾ ദാഹിക്കുമ്പോൾ വെള്ളം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? നല്ലപോലെ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അമ്മ വെള്ളം തന്നില്ലേ ദേഷ്യം വരും. പക്ഷെ ആനയ്ക്ക് മിണ്ടാൻ വയ്യാത്തോണ്ട് മിണ്ടാൻ വയ്യ. ആനയ്ക്ക് വെള്ളം കിട്ടുന്നില്ല. ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി നിർത്തി ഉയരത്തിന് വേണ്ടി, തല പൊക്കാൻ വേണ്ടി ഒരു നീളത്തിലുള്ള എന്താ പറയുക തോട്ടി കൊണ്ട് ചെവിയുടെ ഇവിടെ പൊക്കി പൊക്കി അങ്ങ് ഉയരം തല. അങ്ങനെ അസുഖമായിട്ട് നിൽക്കുന്ന ആനകളുണ്ട്. അങ്ങനെ പലതരത്തിലും വേദനിക്കുന്ന മിണ്ടാപ്രാണികളായ ആളുകളെ ദ്രോഹിക്കുമ്പോഴാണ് അവസരം കിട്ടുമ്പോൾ ആന ഓടുന്നത്. എന്നും മറ്റും ആന വിരണ്ടവനോടന കണ്ടിട്ട് ഇത് എന്തൊരു തൊന്തരവാണിത് കേള്, തീർച്ചയായില്ല ജനം തീർച്ചയെന്നും മറ്റും ആന വിരണ്ടവനോടന കണ്ടിട്ട് ഇത് എന്തൊരു തൊന്തരവാണിത് കേള്, മാണിക്കക്കല്ലിന്റെ മോറനിക്കിപ്പം കാണിക്കണ്ട പിരാന്താകണ്, തീർച്ചയായില്ല ജനം തീർച്ചയെന്നും മറ്റും. മോലാലിന്റെ ഇഷ്ടായ? അപ്പൊ നേരത്തെ പറഞ്ഞ എന്താ? പെട്ടെന്ന് കൈയടിക്കാൻ പറയാതെ തന്നെ കൈയടിക്കുന്നവരാണ് നല്ല കുട്ടികൾ. വളരെ നന്നായി, വളരെ നന്നായി, വളരെ നന്നായി. ആരാണെന്ന് മനസ്സിലായോ? എന്താ നെടുമുടി വേണു എന്ന് പറഞ്ഞപ്പോ തന്നെ സന്തോഷം. നെടുമുടി വേണുവിനെ നിങ്ങൾ സിനിമ കാണുമ്പോ സാധാരണ നെടുമുടി വേണുവിന് അത്ര വയസ്സൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അമ്മാവന്മാരായിട്ടും അച്ഛന്മാരായിട്ടും മുത്തച്ഛന്മാരായിട്ടും വയസ്സായ രാജാവായിട്ടും ഒക്കെയാണ് അഭിനയിക്കുക. ഇനിയിപ്പോ ടിവിയിൽ നെടുമുടി വേണുവിന്റെ സിനിമ കാണാറുണ്ടോ? സീരിയൽ കാണാറുണ്ടോ? മീശയൊക്കെ പിരിച്ചു വെച്ചുകൊണ്ട് ഒരാള് പറ. എനിക്ക് മനസ്സിലായി. വീണ്ടും ജ്വാലയായി. ശരി, ഞാൻ കേട്ടത് വീണ്ടും ചേച്ചി, വീണ്ടും ചാച്ചി, വീണ്ടും ചാച്ചി, വീണ്ടും ചാച്ചി, വീണ്ടും അങ്ങനെയല്ല, വീണ്ടും ജ്വാലയായി. എന്താ ക്യാരക്ടർ, കഥാപാത്രത്തിന്റെ പേരെന്താ? ഒരാള് പറയണം. എന്തോ? ഒരാള് പറ. വീണ്ടും ജ്വാലയില് നരച്ച താടി മീശയും വെച്ച മോഹൻലാലിന്റെ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? ഈ നെടുമുടി വേണു വേഷം കെട്ടി വരികയല്ലേ, അയാളുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? മനസ്സിലായില്ല? എന്ത് കൃഷ്ണപിള്ള? കിട്ടുവാ? നീരാറ്റിൽ കൃഷ്ണപിള്ള എന്ന് പറ. നീരാറ്റിൽ കൃഷ്ണപിള്ള, നീരാറ്റിൽ കൃഷ്ണപിള്ള, നീരാറ്റിൽ നീ തന്നെ പറ.
അപ്പൊ അതങ്ങ് പറഞ്ഞാ പോരെ, എനിക്കറിയുമോ ഇവര്. അപ്പോ നമുക്ക് നെടുമുടി വേണു എന്ന് പറയുമ്പോ കുറച്ച് നമുക്ക് സ്നേഹം തോന്നുന്ന ഒരാളാണ്. കാരണം നമ്മളെ ഒന്നും നമുക്കൊക്കെ വളരെ ഒരു സ്നേഹം തോന്നുന്ന ഒരു അമ്മാവൻ അല്ലെ, ഒരു അപ്പൂപ്പനെ പോലെയാണ്. നമ്മളിപ്പോ വേനൽക്കാലത്താണോ വർഷക്കാലത്താണോ താമസിക്കുന്നത്? ഇപ്പോഴത്തെ കാലം ഏതാ? വിടാതിരിക്കുക, ക്ലാസ്സിൽ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇരിക്കുക, കസേരയിലിരിക്കുക, കസേരയില് അവിടെ ഇരിക്കുക, കസേരയിലിരിക്കുക. നന്നായി. ഓരോന്ന് കുറവാണ്. എല്ലാം പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ ഓരോന്ന് കുറഞ്ഞു പോയി. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയണം. മനസ്സിലായ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. അത് കുഴപ്പമില്ല, 7 തെറ്റല്ല. നന്നായി കസേരയിൽ ഇരുന്നോളുക. അപ്പൊ അതുകൊണ്ട് മഴവില്ല് എന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ്. അപ്പോ ചുമ്മാ ഇരുന്നാൽ പറ്റില്ല, കൈ ഇങ്ങനെ താളത്തിൽ കൊട്ടണം. അത് കൊള്ളാം, പക്ഷെ ഞാൻ പറയുന്ന പോലെ കൊട്ടണം. മഴവില്ലിനെ കുറിച്ചുള്ള കവിതയാണ്. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ. നീരത പാളികൾ തോളിലുയർത്തിയ നീലത്തീലി കാവടിയേ. നീരത പാളികൾ തോളിലുയർത്തിയ നീലത്തീലി കാവടിയേ. നീലത്തീലി കാവടിയേ. ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കല നിന്നു മയങ്ങിയ മലമുടിയിൽ. ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കല നിന്നു മയങ്ങിയ മലമുടിയിൽ. വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു. വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു. വാർമഴവില്ലേ നീ വന്നു. പായല് പൂത്തുകിടന്നൊരു നീല കായലിൽ ഇന്നലെ നീരാടി. ഈറച്ചേലയൊടുത്ത നിശീധിനി കേറിയിറങ്ങിയ പടവുകളിൽ. പായലു പൂത്തുകിടന്നൊരു നീല കായലിൽ ഇന്നലെ നീരാടി. ഈറച്ചേലയൊടുത്ത നിശീധിനി കേറി ഇറങ്ങിയ പടവുകളിൽ. കേറിയിറങ്ങിയ പടവുകളിൽ. 7 കരമുണ്ടും തലയിൽ കെട്ടി കരിമേഘങ്ങളണഞ്ഞല്ലോ. കറുകരമുണ്ടും തലയിൽ കെട്ടി കരിമേഘങ്ങളണഞ്ഞല്ലോ. അക്കരിമേഘ കീറിൻ വക്കത്തന്തി ചെങ്കതിർ നിഴലിക്കേ. അക്കരിമേഘ കീറിൻ വക്കത്തന്തി ചെങ്കതിർ നിഴലിക്കേ. മാനത്തൊക്കെ പീലി വിടർത്തിയ വാർമഴവില്ലേ മായരുതേ. മാനത്തൊക്കെ പീലി വിടർത്തിയ വാർമഴവില്ലേ മായരുതേ. നിന്നാത്മാവിലെ കീർമണിയല്ലോ മണ്ണിനു നല്ലൊരു നവവർഷം. നിന്നാത്മാവിലെ കീർമണിയല്ലോ മണ്ണിനു നല്ലൊരു നവവർഷം. മണ്ണിനു നല്ലൊരു നവവർഷം. മണ്ണിനു നല്ലൊരു നവവർഷം. മണ്ണിനു നല്ലൊരു നവവർഷം. ചക്രവാളങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണമെന്നാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഒഴിവ് സമയം കളിക്കാനും കേട്ടോ. ഒന്നെങ്ങനെ എഴുതാം. ഒന്നെങ്ങനെ എഴുതാം. ഒടിവും വേണ്ട, വളവും വേണ്ട, ചെരിവും വേണ്ട, കുത്തനെയൊരു വര, കുറിയ വര. ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, ഒന്നായി നന്നായി. അപ്പൊ കുഞ്ഞുമാഷ അതിലൂടെ പറയുന്നത് നമ്മൾ എന്താവണമെന്നാണ്? ഒന്നാവുക എന്നുള്ളതാണ്. ഒന്നാവാൻ എന്താ വഴി?
ഒന്നാവാൻ എല്ലാവരും ഒന്നാവുന്നില്ല. ഒന്നാവണോ നന്നാവണോ? ടിവിയിൽ കണ്ടോ ഒരു യന്ത്രത്തിലൂടെ JCB എന്നൊരു സാധനം അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി. അപ്പോ കുഞ്ഞുണ്ണി മാഷ് അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുട്ടികൾക്ക് മനസ്സിലാവുന്ന പോലെ സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ദിവസം. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പാടുന്ന പോലെ പാടാം. മുഖ്യമന്ത്രി അറിയോ നിങ്ങൾ? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ കുഞ്ഞുണ്ണി മാഷ 4 വരി കവിതയാണ് അദ്ദേഹം മൂന്നാർ ചെയ്ത കാര്യം. കവിത എങ്ങനെയാണ്? പൂച്ച നല്ല പൂച്ച, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. മൂന്നാറിലെ ഒരുപാട് കാശുള്ള ആൾക്കാര് ഒരുപാട് ഭൂമി കയ്യേറി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിച്ച് അനധികൃതമായ ഭൂമിയിൽ അവർ ഒരുപാട് പണം ചെലവാക്കി സംഗതി ഉണ്ടാക്കിയത്. ആ ഭൂമി തിരിച്ചു പിടിച്ചതിന് ഏറ്റവും ബെസ്റ്റ് ഈ കവിതയാണ്. അതായത് അതാണ് ഈ ഇതിന്റെ അർത്ഥം. കാരണം പാല് വെച്ച പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഒരുപാട് പണമുള്ളവരല്ലേ പാലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ? പലതരത്തിലുള്ള പാലുകൾ, പാല് കൊണ്ടുള്ള ഐസ്ക്രീമുകൾ, പാല് കൊണ്ടുള്ള വിഭവങ്ങൾ. അപ്പൊ അത് പൂച്ച എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്വയം തന്നെയാണ് വിശേഷിപ്പിച്ചത്. പത്രപ്രവർത്തകരോട് ചോദ്യം ചോദിച്ചു, അവിടെ ഓപ്പറേഷൻ ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞത് പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്ന് അന്വേഷിക്കണ്ട, എലികളെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ചില വലിയ എലികൾ പെട്ടു കഴിഞ്ഞു, കുഞ്ഞെലികളെ വരെ പിടിക്കുന്നുണ്ട് എന്ന് ടിവിയിൽ കണ്ടപ്പോ, പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ ഓർമ്മ വന്നു. കുഞ്ഞുണ്ണി മാഷ് കവിത ഇത് തന്നെയല്ലേ സംഭവിച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു, നക്കി തുടച്ചു. അപ്പോ പിന്നത് 5 ഏക്കറായി, 10 ഏക്കറായി, 50 ഏക്കറായി. ഇപ്പൊ മൂന്നാറിൽ 1000കണക്കിന് ഏക്കർ ഉണ്ടെന്നാണ് പത്രക്കാർ പറയുന്നത് അല്ലേ? അങ്ങനെയുണ്ട്. അതും പത്രത്തിൽ വായിക്കണം. പത്രത്തിൽ വായിക്കുന്നില്ലേ? മമ്മൂട്ടിക്ക് ഭൂമിയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ആർക്കറിയാം? 50 ഏക്കർ. അഭിനയിച്ച സിനിമയുടെ പേര് അംബേദ്കർ. അപ്പോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്കും കുറേ തിരക്കുകളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് കാണുക, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ ഞാൻ വന്നു, കണ്ടു, നിങ്ങളുമായി കുറച്ച് നേരം സംസാരിച്ചു. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ചെയ്ത്. ഞാൻ തമാശ പറഞ്ഞു അല്ലേ? ഞാൻ മോഹൻലാലിനെ പോലെ സംസാരിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ഇന്നേ വരെ മടക്കാൻ പറ്റാത്ത ഒരു കൊടയുള്ളൂ. ഏതാ കൊട? കാലം കൊടയല്ലടാ, അത് കാലം മത്തായിന്റെ കയ്യിലല്ലേ. വലിയൊരു കൊടയുടെ പേര് പറയടാ. OP കൊടയൊന്നല്ലടാ, അതൊക്കെ മഴയത്ത് ചില പരസ്യം ചെയ്യണതില്ല. ഏതാന്ന്? ഇരിഞ്ഞാലക്കുട. നല്ല വിവരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലടാ. ഇന്നേ വരെ മടക്കാൻ പറ്റിയിട്ടില്ലേ? വലിയൊരു കൊടയില്ലേ? ആ ഇരിഞ്ഞാലക്കുടയിൽ വരുന്ന ആളാ. എന്താണ് ഇതെന്തുണ്ട്? ഇത് തലയിൽ തൊപ്പിക്ക് വെച്ചിട്ട് നിൽക്കണ്ടല്ലോ. എന്ത് തൊപ്പി വെച്ചിട്ട് ഡാൻസ് ഉണ്ടോ അവിടെ? അങ്ങനെ എല്ലാ കിടാങ്ങളും ഒന്നിച്ച് ഡാൻസ് ചെയ്തു. അമ്മമാരുടെ ഡാൻസ് ഉണ്ടാവോ? അമ്മമാരുടെ ഡാൻസ് ഉണ്ടെങ്കിൽ അതും കൂടിയും കണ്ടിട്ട് പോന്ന് കഴിച്ചു. അവിടെ തൊട്ടുള്ള ഐസ്ക്രീമാ? ഗ്ലാസ് ഒക്കെ കമത്തി വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് വല്ലതും ഉണ്ടോ? കുടിക്കാൻ വല്ലതും ഉണ്ടാവുമോ? നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണാനാണ്. ഇത്രയും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉറക്കെ ചിരിക്കുന്നു കാണാൻ. ഇവിടെ ഒരു ബോർഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ബോർഡിൽ ഞാൻ 3 ഹ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വിചാരിക്കും. ഇവിടെ ഞാൻ അല്ലല്ല, ഞാൻ ചിരിക്കില്ല, നിങ്ങൾ ചിരിക്കണം. 3 ഹ നിങ്ങൾ മനസ്സിൽ കാണുക. ഹ ഹ ഹ. ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ ചിരിക്കണം. അതിങ്ങനെ ഞാൻ പറയുന്നവരെ 1 2 3 പോരാ. നേരത്തെ അല്ല, ഇത് ഞാൻ പറയാം. ഇത് നിങ്ങളെ ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി ചിരിക്കാൻ പറഞ്ഞാണ്. നിങ്ങൾക്കൊരു ഐഡിയ തന്നാണ്. അത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചിരിച്ചത്. ഇങ്ങനെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി സ്വാഭാവികമായി ചിരിക്കാൻ തോന്നും. എല്ലാവരും ഒന്ന് വാവിട്ടൊന്ന് ചിരിച്ചവർക്ക്
പോരാ പോരാ, ഒന്നുകൂടെ ചിരിക്കും. ഓക്കെ ഓക്കെ മതി. ഇനി ഇതിന്റെ നേരെ എതിര് ചെയ്യണം. ചിരിയുടെ മറുപുറം എന്താ? ഉറക്കക്കര. നിർത്ത് നിർത്ത് നിർത്ത്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ വരാനുള്ള കാരണക്കാരൻ എൻ്റെ അടുത്ത ബന്ധുവും സുഹൃത്തുമായ ഉണ്ണികൃഷ്ണൻ. ഇവിടെ അടുത്തുള്ള ഒരാളാണ്, ഈ പ്രദേശത്തെ ഒരാളാണ്. ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ അവസരമുണ്ടാക്കിയ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കാൻ പറ്റേ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ ചിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചു, ഞാൻ കരയുമ്പോൾ നിങ്ങൾ കരഞ്ഞു, ഇനി നിങ്ങൾ കൂവണം.